മൊത്തം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ കോട്ടയത്തെ ശ്രീകൃഷ്ണ ജയന്തി വളരെ കളർഫുള്ളാണ്. ശോഭായാത്രകൾ ഒന്നൊന്നായി ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശോഭായാത്രയിൽ കുട്ടി കൃഷ്ണന്മാരും ഒപ്പം തന്നെ ഗോപികമാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. വളരെ മനോഹരമായി വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടി കൃഷ്ണന്മാരായിട്ട് എത്തിക്കുകയാണ്. എന്താ പേര്? അദ്വൈത്. ആദ്യമായിട്ടാണോ ശ്രീകൃഷ്ണനാവുന്നത്? അല്ല, മുൻപായിട്ടുണ്ട്. ആരാ ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയത്? അമ്മ. ഒരു കുഞ്ഞു കൃഷ്ണനുണ്ട്. ആദ്യമായിട്ടാണോ കുട്ടി കൃഷ്ണൻ? അതെ അതെ. എത്ര വയസ്സ്? കൂട്ടുകാരിയുടെ വച്ച അവള് തലക്കുണ്ട് കുഞ്ഞുമായിട്ട്. കുട്ടി കൃഷ്ണന്മാരാണ്. വളരെ മനോഹരമായിട്ട് ശ്രീകൃഷ്ണനും ഗോപികമാരൊക്കെയായി മനോഹരമായി അങ്ങനെ ഇവർ ഇവിടുന്ന് പോവുകയാണ്. ഏകദേശം 20ഓളം ഈ ശോഭായാത്രകൾ ചേർന്നാണ് കോട്ടയത്തെ അതിമനോഹരമായ ഒരു മഹാശോഭയാത്രയായി മാറുന്നത്. ഈ ശോഭായാത്രകൾ അല്പസമയത്തിനകം ഇവിടെയുള്ള പരുത്തുംപാറ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. പിന്നീട് നാനാഭാഗത്തു നിന്നുള്ള ശോഭായാത്രകൾ അവിടെ ഒരുമിച്ച് കൂടും. അങ്ങനെ 20ഓളം ശോഭായാത്രകൾ ചേർന്ന് വലിയൊരു മഹാശോഭായാത്രയായി മാറി അതങ്ങനെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് അവസാനിക്കും. അവിടെ ഉറിയടി അടക്കമുള്ള കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ശോഭായാത്രകൾ ഒന്നിടവിട്ട് ഓരോ സംഘങ്ങളായിക്കൊണ്ടാണ് കോട്ടയത്ത് ഈ മഹാശോഭയാത്രയായി മാറുന്ന ആ ഒരു ഭംഗിയുള്ള കാഴ്ചയിലേക്ക് മാറുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭജനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ശോഭായാത്രകൾ മുന്നോട്ട് പോകുന്നതാണ്. കുട്ടിക്കൃഷ്ണന്മാരും ഗോപികമാരും എല്ലാവരും വളരെ മനോഹരമായിട്ട് കുചേലന്മാരുമൊക്കെയായി ഒരുങ്ങി കുട്ടികൾ ഓരോന്നായി എത്തി വളരെ മനോഹരമായി വളരെ കളർഫുള്ളായിക്കൊണ്ടാണ് ഒരു ശോഭായാത്ര നടന്നു നീങ്ങുന്നത്. ഈ അല്പസമയത്തിനകം ഈ ശോഭായാത്ര ഇവിടെ കോട്ടയത്തെ പരുത്തുംപാറ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അവിടെയാണ് പ്രധാനമായുള്ള സംഗമവേദി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിശ്ചല ടാബ്ലോയിഡുകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ ശോഭായാത്രയിൽ കളയമർദ്ദനമാണ് ടാബ്ലോയിഡായി ഒരുക്കിയിരിക്കുന്നത്. ഒരു കുട്ടി കൃഷ്ണൻ ആ കളയമർദ്ദനത്തിന് മുകളിൽ ഇരിക്കുന്നത്, കളിയൻ്റെ മുകളിൽ ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിങ്ങനെ ഓരോന്നോരോന്നായി ഈ ഭജനകളെല്ലാം പാടിക്കൊണ്ട് കുട്ടിക്കൃഷ്ണന്മാർ വളരെ മനോഹരമായി ഒരുങ്ങിക്കൊണ്ട് ഗോപികമാരും ഒക്കെ ഒരുങ്ങിക്കൊണ്ട് അങ്ങനെ വളരെ മനോഹരമായി ഭംഗിയായി നടന്നു നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്തരത്തിൽ വളരെ വലിയൊരു ശോഭായാത്ര തന്നെയാണ് കോട്ടയത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ കോട്ടയം നഗരത്തിലും ശോഭായാത്രകളുണ്ട്. കോട്ടയം നഗരത്തിൽ വളരെ മനോഹരമായ ശോഭായാത്രകളാണ് ഒരുക്കിയിരിക്കുന്നത്. 6 മണിയോട് കൂടി തന്നെ ഈ ശോഭായാത്രകളെല്ലാം അവസാനിക്കുന്ന തരത്തിലാണ് ജില്ലയിലെ ക്രമീകരണങ്ങളും.